നമ്മൾ അടുത്ത ഒരു ഇൻ്റർഫേസിങ് മൈക്രോ കൺട്രോളറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ AVR മൈക്രോ കൺട്രോളിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഒരു ഇൻ്റർഫേസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് പിക് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ പിക് മൈക്രോ കൺട്രോളറിൻ്റെ ബ്ലോക്ക് ഡയഗ്രവും അതുപോലെ തന്നെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമിൻ്റെ എക്സ്പ്ലനേഷനും എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ബ്ലോക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ AVRൽ രണ്ട് AVR മൈക്രോ കൺട്രോളറിൻ്റെ, അതായത് അറ്റ്മെഗ, ടൈനി എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞതുപോലെ തന്നെ പിക് 16ൻ്റെയും പിക് 18ൻ്റെയും അതുപോലെ ഫീച്ചേഴ്സ് നമുക്ക് പറയാനുണ്ട്. നമ്മൾ ഈ സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ സെക്ഷനിൽ കൈകാര്യം ചെയ്യാനുള്ള കാര്യം. നമുക്ക് നേരെ സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് പിക് മൈക്രോ കൺട്രോളറിൻ്റെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെ ബ്ലോക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഫങ്ഷൻസ് നമ്മൾ ഇതിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ബ്ലോക്കുകളാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. നമുക്ക് ഒന്നാമത്തത് എന്ന് പറയുന്നത് ഓസിലേറ്ററും ഇൻറ്റേർണൽ ഓസിലേറ്ററുമാണ്. ഓക്കെ, ഓസിലേറ്റർ എന്തിനാണ് എന്ന് നമുക്കറിയാം അല്ലേ, ക്ലോക്ക് സിഗ്നൽസ് കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് അത് എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് പിക്ചറിനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഓസിലേറ്റർ, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓസിലേറ്ററും ക്ലോക്ക് ഓസിലേറ്ററും നമ്മൾ ക്ലോക്ക് സിഗ്നൽസ് കൊടുക്കാൻ വേണ്ടി ക്ലോക്ക് സിഗ്നൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ SPI, അതുപോലെ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷനും, അതുപോലെ സിങ്ക്രണസ് USART കമ്മ്യൂണിക്കേഷനും ആണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പിക്കായാലും ഇപ്പോൾ ഏതായാലും അതിലൊക്കെ ടൈമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് 3 ടൈമറാണ്. അതിനെ നമ്മൾ T1, T0, T1, T2 എന്നത് പേര് കൊടുത്തിട്ടുണ്ട്. 3 ടൈമറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൻ ഒരു ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത് CPU എന്ന് പറയുന്നത്. ഓക്കെ, CPUകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻ്ററപ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ്ററപ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻ്ററപ്റ്റുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ വർക്കുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ എക്സ്റ്റേണൽ വർക്കുകളെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്ററപ്റ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്ററപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, VDT ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് IO പോർട്ടുകൾ എന്ന് പറയുന്നത് 5 IO പോർട്ടുകളാണുള്ളത്. 5 IO പോർട്ടുകളെ നമ്മൾ പോർട്ട് A, പോർട്ട് B, പോർട്ട് C, പോർട്ട് D, പോർട്ട് E എന്ന് പറഞ്ഞ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പവർ സപ്ലൈ സിസ്റ്റം ഉണ്ട്, 2 to 5 വോൾട്ട് അല്ലേ. അതുപോലെ തന്നെ റീസെറ്റ് ബട്ടണും ഉണ്ട്. അതായത് നമ്മൾ പവർ ഓൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സിസ്റ്റത്തിന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റീസെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്മറി അലോക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ യൂസ് ചെയ്യുന്നതാണ് പ്രോഗ്രാം മെമ്മറി ഉണ്ട്, 8Kയുടെ പ്രോഗ്രാം മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. 256 ബൈറ്റിൻ്റെ EEPROM, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രോഗ്രാം മെമ്മറി നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ റാം ഉണ്ട്. റാമിനെയാണ് നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. റാമിനെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആയിട്ടും അതുപോലെ തന്നെ ജനറൽ പർപ്പസ് രജിസ്റ്ററുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റാമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ടാവുക. എക്സ്റ്റേണൽ ആയിട്ട് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സും ഉണ്ടാവും. അതുപോലെ തന്നെ പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ ഉണ്ട്. അതുപോലെ പൾസ് വിഡ്ത്ത് മോഡുലേറ്ററിൽ ഉള്ളത് തന്നെയാണ് CCP1ഉം കൺട്രോൾ ആൻഡ് കമ്പയർ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ 1ഉം കൺട്രോൾ ആൻഡ് കമ്പയർ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ 2 എന്ന് പറഞ്ഞിട്ട് 2 പൾസ് വിഡ്ത്ത് മോഡുലേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ട്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്തിനാണെന്ന് നമുക്കറിയാം. നമുക്ക് മൈക്രോ കൺട്രോളറിലേക്ക് നമ്മൾ കൊടുക്കുന്നതൊക്കെ ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അനലോഗ് നമ്മൾ കൊടുക്കുന്നതും ഫിസിക്കൽ അല്ലെങ്കിൽ അനലോഗ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. അതിനെ
മൈക്രോ കൺട്രോളറിന് മനസ്സിലാവണമെങ്കിൽ അതെന്താക്കണം, ഡിജിറ്റൽ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത്, ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ബ്ലോക്ക് വരയ്ക്കാൻ നമുക്ക് സിമ്പിളായിട്ട് പറ്റും. എന്താണ്, ഓസിലേറ്റർ, അതിൻ്റെ അടുത്ത് തന്നെ ഇൻറ്റേർണൽ ഓസിലേറ്റർ വരയ്ക്കാം. പിന്നെ SPI USRT അല്ലെങ്കിൽ ഒറ്റ ബ്ലോക്കായിട്ട് നമുക്ക് എന്തായിട്ട് വരയ്ക്കാം, സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്നായിട്ട് വരയ്ക്കാം അല്ലേ. നമുക്ക് ഇതൊന്നും കൂടി സിമ്പിളാക്കിയിട്ട് വരയ്ക്കാം എന്ന് പറഞ്ഞാൽ, സിമ്പിളാക്കിയിട്ട് വരയ്ക്കാനുള്ള സുഖം എന്താണ്, ഇവിടെ ഒന്നായിട്ട് നമ്മൾ എന്ത് വരച്ചാൽ മതി, ഓസിലേറ്റർ സെക്ഷൻ. ഇതിനെ ഒറ്റ സെക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഇതിനെ ഒറ്റ സെക്ഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, ടൈമർ. ഇതുപോലെ തന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, റാം എന്ന് മാത്രം എഴുതാം. അതുപോലെ പിന്നെ ഇതെന്താണ്, പ്രോഗ്രാം മെമ്മറി, EEPROM സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യാം, AC to DC കൺവേർട്ടറും റെഫറൻസും ഒന്നായിട്ട് AC to DC കൺവേർട്ടർ എന്ന് എഴുതാം. ഇതുപോലെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ സെക്ഷൻ എന്ന് എഴുതാം. പിന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 5 പോർട്ടിനെയും നമ്മൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോർട്ട് ABC എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോർട്ടായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താ സൈസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൂടുതൽ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാതെ ബ്ലോക്കുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, ഒന്നാമത്തത് എന്ന് പറയുന്നത് എന്താണ്, CPU ആണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നമുക്കറിയാം ഏതൊരു ഇതായാലും അതിൻ്റെ ഹെർട്ട് അല്ലെങ്കിൽ പിന്നെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, CPU ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം അതർ മൈക്രോ കൺട്രോളേഴ്സ്. CPU ആൻഡ് മൈക്രോ കൺട്രോളർ CPU കൺസിസ്റ്റ് ഓഫ് ALU, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ് ആൻഡ് അക്യുമുലേറ്റർ എക്സെട്ര. അതായത് ALU അരിതമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും അതുപോലെ തന്നെ മെമ്മറി യൂണിറ്റുകളും രജിസ്റ്ററുകളും ഒക്കെ കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, CPU എന്ന് പറയുന്നത്. അത് ബാക്കിയുള്ള മൈക്രോ കൺട്രോളറുകളിൽ നിന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൊസസ്സറുകളിൽ നിന്നോ എന്തല്ല, വ്യത്യാസമല്ല CPU എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഉള്ളതാണ് ഒന്നാണ് എന്തെന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെമ്മറി ഓർഗനൈസേഷനാണ്. എങ്ങനെയൊക്കെ ഏതൊക്കെ മെമ്മറികൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, RAM ഉണ്ടാവും, ROM ഉണ്ടാവും, പ്രോഗ്രാം മെമ്മറി ഉണ്ടാവും, ഡാറ്റ മെമ്മറി ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. In memory module in the PIC microcontroller architecture consists of RAM, ROM and stack. ഓക്കെ, രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നിനെ റാം എന്നും രണ്ടാമത്തേനെ റോം എന്നും. നമുക്കറിയാം എന്താണ് റാം എന്നും എന്താണ് റോം എന്നും നമുക്കറിയാം. എന്താണ് റാം എന്ന് പറഞ്ഞാൽ, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് ഒരു വോളട്ടൈൽ മെമ്മറിയാണ്. സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അതിന് എന്തുണ്ടാവുള്ളൂ, ഫങ്ഷനിങ് ഉണ്ടാവുള്ളൂ. പവർ ഓഫ് ആയി കഴിഞ്ഞാൽ എന്താവും, ഫുൾ ഫങ്ഷൻ അവിടെ വെച്ച് എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ആവാണ്. പിന്നെ ഉള്ളത് റീഡ് ഓൺലി മെമ്മറിയാണ്. അത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് നമ്മുടെ മെമ്മറി കാർഡുകളൊക്കെ പോലെയാണ്. എന്താണ്, ഫങ്ഷൻ നടക്കുമ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ അതിൽ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. നമ്മൾ സിസ്റ്റം ഓഫായി കഴിഞ്ഞാലും എന്തുണ്ടാവും, പിന്നെ പവർ ഓഫ് ആയിട്ട് പവർ ഓൺ ആയി കഴിഞ്ഞാലും അത് നിലവിലുള്ള മെമ്മറി യൂസ് ചെയ്ത മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത സാധനം അത് തന്നെ ഉണ്ടാവും. അതിനാണ് എന്തെന്ന് പറയുന്നത്, നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാക്കുമാണ് എന്തുള്ളത്, ഈ മെമ്മറി അലൊക്കേഷനിലുള്ളത്. അതെങ്ങനെയുണ്ട് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നോക്കാം. അപ്പോൾ അതിൽ റാം ആണ് ആദ്യം പറഞ്ഞത്, റാൻഡം ആക്സസ് മെമ്മറി. ഇറ്റ് ഈസ് an unstable memory which is used to store the data temporarily in its registers. The RAM memory classified into 2 banks and each bank consists of so many registers. The RAM registers are classified into 2 types, special function registers and general purpose registers. അതായത് നമ്മൾ പറഞ്ഞു റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പററി സ്റ്റോറേജ് ആണ്. അതായത് ഇപ്പം നമ്മൾ മൊബൈലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ ഉള്ള എന്താണ്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഓൾറെഡി റാം ആയിരിക്കും. അത് നമുക്ക് ഒരു ഫംഗ്ഷനിൽ നിന്ന് വേറൊരു ഫംഗ്ഷനിലേക്ക് പോവാം, നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം. അതൊന്നും എന്താവില്ല, ക്ലോസ് ആവുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ത് ചെയ്യുക ചെയ്യൂല, സ്റ്റോപ്പ് ആവുകയോ ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത സാധനങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഇൻ കേസ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സ്വിച്ച് ഓഫ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ രണ്ടാമത് സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോൾ നമ്മൾ അവിടെ സേവ് ചെയ്ത് വെച്ച സാധനങ്ങളൊന്നുമല്ല, ഒരു റീസെറ്റായിട്ട് പുതുതായിട്ടായിരിക്കും എന്ത് ചെയ്യുക വരിക. അപ്പോൾ അതുപോലെ ടെമ്പററി സ്റ്റോറേജിനാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അതിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് അതിൽ മെയിൻ ഉള്ളത് ഒന്ന് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്നും ജനറൽ പർപ്പസ് രജിസ്റ്ററുകൾ എന്നുമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്.
ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ദിസ് ആർ യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് ഓൺലി ഇൻ ദ നെയിം ഇംപ്ലൈസ്. അതായത് യൂസിങ് ദ, അതായത് ഈ പിക് മൈക്രോ കൺട്രോളറിൻ്റെ ആയാലും പിന്നെ ഏതൊരു മൈക്രോ കൺട്രോളറിൻ്റെ ആയാലും ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രജിസ്റ്ററുകൾ യൂസ് ചെയ്യുന്നത്. സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദിസ് രജിസ്റ്റർ ആർ യൂസ്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ് ഓൺലി നെയിം SFR ഇംപ്ലൈസ്. These registers will perform according to the function assigned to them and they cannot be used in normal registers. അതായത് നോർമൽ രജിസ്റ്ററുകളായിട്ട് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യില്ല, യൂസ് ചെയ്യില്ല. നമ്മൾ എന്തെങ്കിലും സെപ്പറേറ്റ് ഫങ്ഷൻസ് നമുക്ക് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്. ഇവ ഒരിക്കലും നമ്മൾ എന്തായിട്ട് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോർമൽ രജിസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, യൂസ് ചെയ്യാറില്ല. ഓക്കെ. അതുപോലെ തന്നെ പിന്നുള്ള നെക്സ്റ്റ് മെമ്മറി എന്നാണ് പറയുന്നത് നമ്മൾ റാമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, റീഡ് ഓൺലി മെമ്മറിയാണ്. റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ സ്വിച്ച് ഓൺ ആയോ സ്വിച്ച് ഓഫ് ആയോ ഫംഗ്ഷൻ എന്ത് നടന്നു കഴിഞ്ഞാലും നമ്മൾ സ്റ്റോർ ചെയ്ത സാധനം അതിൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളിപ്പോൾ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറിലേക്കോ അല്ലെങ്കിൽ മെമ്മറി കാർഡിലേക്കോ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന പോലെയാണ്. സ്റ്റോർ ചെയ്ത് വെച്ചാൽ പിന്നെ അത് അതിലുണ്ടാവും. നമ്മൾ സ്വിച്ച് ഓണോ സ്വിച്ച് ഓഫോ ഒന്നും അതൊരു വിഷയമല്ല. റീഡ് ഓൺലി മെമ്മറി ഈസ് എ സ്റ്റേബിൾ മെമ്മറി വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ പെർമനൻ്റ്ലി. ഡാറ്റ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റീഡ് ഓൺലി മെമ്മറി യൂസ് ചെയ്യുന്നത്. ഇൻ പിക് മൈക്രോ കൺട്രോളർ ആർക്കിടെക്ചർ, ദ ആർക്കിടെക്ചർ റോം സ്റ്റോർസ് ഇൻസ്ട്രക്ഷൻ ഓർ പ്രോഗ്രാം അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാം മൈക്രോ കൺട്രോളർ ആക്ട്സ്. അതായത് പ്രോഗ്രാം മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, റീഡ് ഓൺലി മെമ്മറി ആണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ അതിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എന്താ, മെമ്മറി ലൊക്കേഷനാണ് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറി. ഇൻ ദ നോർമൽ ROM we can write the program for only once, cannot again microcontroller multiple times, but in EEPROM we can program the ROM multiple times. അതായത് ഇലക്ട്രിക്കലി ഇറേസബിൾ എന്താണ് ROM എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലുള്ള നിലവിലുള്ള ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇറേസ് ചെയ്തിട്ട് വേറെ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത് ഇറേസബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. മറ്റ് സാധാരണ പ്രോഗ്രാം ROM ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റ പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്ലാഷ് മെമ്മറിയാണ്. ഫ്ലാഷ് മെമ്മറി ഈസ് ഓൾസോ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. PROM ആണ് in which we can read, write and erase the program thousands of times. Generally PIC microcontroller uses a type of ROM. അതായത് റോമിൽ തന്നെ ഒരു മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞത്. ഇതും അതുപോലെ തന്നെ നമുക്ക് ഇറേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത്. പ്രോഗ്രാമബിൾ റോമാണ്. അതുപോലെ നെക്സ്റ്റ് സ്റ്റാക്ക്. When an interrupt occurs, first the PIC microcontroller is executed and the interrupt that exciting process, then that is being executed and stored in the stack. അതായത് ഒരു ഇൻ്ററപ്റ്റ് വരുമ്പോൾ എന്താ പിക് മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യാണ്, ഒരു ഇൻ്ററപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യാണ് ആൻഡ് എക്സിസ്റ്റിംഗ് പ്രോസസ് അഡ്രസ്, ദെൻ ദാറ്റ്സ് ബീങ് എക്സിക്യൂട്ടഡ് ഇൻ സ്റ്റോർഡ് ഇൻ ദ സ്റ്റാക്ക്. അതായത് ആ ഫസ്റ്റ് എക്സിക്യൂട്ടഡ് പ്രോഗ്രാമിനാണ് ആൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, സ്റ്റാക്കിലായിരിക്കും. ഓക്കെ, അതാണ്. അപ്പോൾ അത് മെമ്മറി ലൊക്കേഷനിൽ ഉള്ളതാണ് ഏത്, റാം, റോം, ഫ്ലാഷ് മെമ്മറി, സ്റ്റാക്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്ന IO പോർട്ടുകളാണ്. ഇൻ സീരീസ് ഓഫ് PIC16 കൺസിസ്റ്റ് ഓഫ് 5 പോർട്ട്സ് സച്ച് ആസ് പോർട്ട് A, പോർട്ട് B, പോർട്ട് C, പോർട്ട് D and പോർട്ട് E. പോർട്ട് A is an 16-bit port, can be used to input or output based on the status of track intelligence support activity register. Port B is an 8-bit port, it can be used to both input and output port. Port C is an 8-bit in the input output operation is decided by status of track register. Port D is a 8-bit port, act as a slave port for connection to the microcontroller bus. Port E is a 3-bit port which serves the additional function of control signals along with the signals to the അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്നാണ് പറയുന്നത്. അതായത് ഒന്നാമത്തെ പോർട്ടായ പോർട്ട് A മാത്രമാണ് 16 ബിറ്റുള്ളത്. ബാക്കി B, C, D എന്ന് പറയുന്ന 3 ബിറ്റും എന്താണ്, 8 ബിറ്റാണ്. പോർട്ട് E എന്ന് പറയുന്നത് 3 ബിറ്റാണ്. അതിൽ പോർട്ട് A എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ടിന് യൂസ് ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് ട്രാഡോക് ഇൻ്റലിജൻസ് സപ്പോർട്ട് ആക്ടിവിറ്റി രജിസ്റ്റർ. അതായത്
ട്രൈസ ആക്ടിവിറ്റിക്ക് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, പോർട്ട് എയും അതുപോലെ തന്നെ എന്താണ് പോർട്ട് സിയും വർക്ക് ചെയ്യുന്നത്. ബാക്കി പോർട്ട് ബിയും പോർട്ട് ബി എന്ന് പറയുന്നത് സാധാ ഇൻപുട്ട് ഔട്ട്പുട്ടിനും, പോർട്ട് ഡി എന്ന് പറയുന്നത് സ്ലേവ് പോർട്ട് ഫോർ കണക്ഷൻ ടു ദ മൈക്രോ കൺട്രോളർ ബസ്. മൈക്രോ കൺട്രോളർ ബസ്സിലേക്ക് എന്താ കണക്ഷൻ കൊടുക്കുന്ന ഒരു സ്ലേവ് പോർട്ട് മാതിരിയാണ് എന്ത് ചെയ്യുന്നത്, പോർട്ട് സി വർക്ക് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ പോർട്ട് ഇ എന്ന് പറയുന്നത് അഡീഷണൽ ഫംഗ്ഷൻ ഓഫ് കൺട്രോൾ സിഗ്നൽസ് ടു ദ അനലോഗ് ആൻഡ് ഡിജിറ്റൽ കൺവേർട്ടർ. അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് അഡീഷണൽ ഫംഗ്ഷന് വേണ്ടിയിട്ട്, കൺട്രോൾ സിഗ്നൽ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, പോർട്ട് ഇയെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എത്രയാണ് എന്തെന്ന് പറയുന്നത്, IO പോർട്ടുകൾ എന്ന് പറയുന്നത്. അടുത്തത് ബസ്സാണ്. ബസ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ആൻഡ് റിസീവ് ഡാറ്റ ഫ്രം ദ പെരിഫറൽ ടു അനദർ. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. അതായത് നമ്മൾ ബസ് എന്ന് പറയുന്നത് കണക്ഷൻ വയേഴ്സ് പോലെ തന്നെയാണ്. റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനും, ഡാറ്റാസിനെ റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് ബസ്സുകൾ എന്ന് പറയുന്നത്. 2 തരം ബസ് ഉണ്ട്. ഒന്ന് ഡാറ്റ ബസ്, അത് റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും, ഡാറ്റ റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് അഡ്രസ് ബസ്. അഡ്രസ് ബസ് എന്തിനാണ്, അഡ്രസ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാനോ റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്രസ് ബസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ ഉള്ളതാണ് എന്ത്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ദ മെയിൻ intention of this analog to digital converter is to convert analog voltage values to digital voltage values. Analog to digital module of PIC microcontroller consists of 5 inputs for 28 pin devices and 8 inputs for 40 pin devices. അതായത് 28 പിന്നുകളിൽ 5 പിന്നുകൾ എന്താണ് അനലോഗ് ടു ഡിജിറ്റൽ മൊഡ്യൂളിനും, അതുപോലെ തന്നെ 40 പിന്നുകളിൽ 8 എണ്ണം എന്തിനുമാണ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിനുമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അനലോഗ് വോൾട്ടേജ് സിഗ്നൽസിനെ ഡിജിറ്റൽ വോൾട്ടേജ് സിഗ്നൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈമേഴ്സ് ബർ കൗണ്ടേഴ്സ്. എ PIC മൈക്രോ കൺട്രോളർ ഹാസ് 4 ടൈമർ ആർ ബൗണ്ട് വിത്തിൻ 8-bit ടൈമർ. റിമൈനിങ് ടൈമേഴ്സ് ഓഫ് ദ ചോയ്സ് ഓഫ് സെലക്ട് 8 and 16-bit മോഡ്. ടൈമേഴ്സ് ആർ യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് അക്യുറസി ആക്ഷൻസ്. അതായത് അക്യുറേറ്റ് ആക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. 4 ടൈമർ ബാർ കൗണ്ടറാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത് ആ 3 ടൈമറിനെ നമ്മൾ ഒന്നിനെ സെപ്പറേറ്റ് ആയിട്ട് 2 എണ്ണം ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് 4 എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്ററപ്റ്റ് ആണ്. PIC microcontroller consists of 20 internal interrupts and 3 external interrupts sources which can associated with different peripherals like ADC, USART, timers and so on. അതായത് 20 ഇൻറ്റേർണൽ ഇൻ്ററപ്റ്റും അതുപോലെ തന്നെ 3 എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റും എന്തിനുണ്ട്, PIC മൈക്രോ കൺട്രോളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓരോ പെരിഫറൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ADCയിൽ യൂസ് ചെയ്യുന്നുണ്ട്, സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ടൈമറുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്ററപ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ്. മെത്തേഡ് ഓഫ് ട്രാൻസ്ഫറിങ് ഡാറ്റ ടു ബിറ്റ് സെയിം സീക്വൻലി ഓവർ എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വരെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ്, ഡാറ്റാസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീരിയൽ ഡാറ്റ യൂസ് ചെയ്യുന്നത്. സിങ്ക്രണസും അതുപോലെ തന്നെ അസിങ്ക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഓസിലേറ്റർ ആണ്. ഓസിലേറ്റർ എന്തിനാണ്, ക്ലോക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എന്താ, ഓസിലേറ്റർ ആർ യൂസ്ഡ് ഫോർ ടൈമിംഗ് ജനറേഷൻ. PIC മൈക്രോ കൺട്രോളർ കൺസിസ്റ്റ് ഓഫ് എക്സ്റ്റേണൽ ഓസിലേറ്റർ ആൻഡ് RC ഓസിലേറ്റർ ഫോർ ക്രിസ്റ്റൽ ഓസിലേറ്റർ. അതായത് നമ്മളൊരു സാധാ ഓസിലേറ്റർ RC അല്ലെങ്കിൽ എന്ത് ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ട്, ഒരു ഇൻറ്റേർണൽ ഓസിലേറ്ററും കൂടി നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, PIC മൈക്രോ കൺട്രോളറിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ PIC മൈക്രോ കൺട്രോളറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് PIC 16-ൻ്റെയും അതുപോലെ തന്നെ PIC 18-ൻ്റെയും ഫങ്ഷൻസും ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.